സ്ത്രീകളിൽ മൂത്രനാളിയുടെയും യോനിയുടെയും സമീപത്തുണ്ടാകുന്ന ചൊറിച്ചിലോടുകൂടിയ കുരുക്കളെ പൊതുവെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഗണത്തിൽപ്പെടുത്തി തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ ഈ കുരുക്കൾ ചൊറിച്ചിലും വേദനയോടും കൂടിയുള്ളതാണെങ്കിൽ അത് ഹെർപ്പിസ് ജെനൈറ്റാലിസ് ആവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഹെർപ്പിസ് ജെനൈറ്റാലിസ് ഒരു ഫംഗൽ ഇൻഫെക്ഷനല്ല, മറിച്ച് അതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. യുറിത്രയുടെയും വജൈനയുടെയും സമീപത്ത് വേദനയോടും ചൊറിച്ചിലോടും കൂടിയ കുരുക്കളാണ് ഇതിൻ്റെ ലക്ഷണം. ഈ കുരുക്കൾ പിന്നീട് പഴുപ്പോ വെള്ളമോ നിറഞ്ഞ വെസൈക്കിൾസായി രൂപാന്തരം പ്രാപിക്കുന്നു. ശേഷം അത് പൊട്ടി അൾസറാകുന്നു, അത് പൊറ്റൻ കെട്ടുന്നു. ഇതൊക്കെയാണ് സാധാരണ ഹെർപ്പിസിൻ്റെ ലക്ഷണങ്ങൾ. ഇങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു ആൻറ്റി ഫംഗൽ ക്രീം വാങ്ങി ഉപയോഗിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. വേദനയുള്ള, ചൊറിച്ചിലുള്ള, പഴുപ്പുള്ള അൾസർ അല്ലെങ്കിൽ കുരുക്കളുണ്ടെങ്കിൽ ഉറപ്പായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഹെർപ്പിസ് അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മേൽ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം ദൗർഗന്ധ്യത്തോടും നിറവ്യത്യാസത്തോടും കൂടിയ വെജൈനൽ ഡിസ്ചാർജും ഹെർപ്പിസിൻ്റെ ലക്ഷണം തന്നെയാണ്. ഇനി ഇത് ഹെർപ്പിസ് ജെനൈറ്റാലിസ് ആണെങ്കിൽ ഇത് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിലൂടെ പകരുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ഇതുവരെ ഒരു പൂർണ്ണമായ ശാശ്വതമായ ക്യൂർ ഇതിന് ലഭ്യമല്ല. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി എപ്പോൾ വേസ്റ്റ് ആവുന്നോ അപ്പോൾ രോഗം പൂർവാധികം ശക്തി പ്രാപിച്ച് തിരികെ വരാവുന്നതാണ്. ഒരു ഗർഭിണിക്ക് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഹെർപ്പിസ് ജെനൈറ്റാലിസ് വരുന്നതെങ്കിൽ ഒരു ആക്റ്റീവ് ഇൻഫെക്ഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന ഗർഭിണിയാണെങ്കിൽ അവർക്ക് വെജൈനൽ ഡെലിവറി സാധ്യമല്ല, സിസേറിയനാണ് പ്രിഫർ ചെയ്യുക. ഇനി അഥവാ അവരുടെ ഇൻഫെക്ഷൻ എല്ലാം ക്യൂറായി ആക്റ്റീവ് ഇൻഫെക്ഷൻ അല്ല എങ്കിൽ നോർമലായ ഒരു വെജൈനൽ ഡെലിവറി പോസിബിളായ കാര്യം തന്നെയാണ്.